ശോധനയിലേക്ക് കടത്തിവിട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഭക്തന്റെ ഈ ഭൂമിയിലെ ജീവിതം ശോധനയുടെ കാലമാണ്. സമൃദ്ധി അനുഭവിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൈകിട്ടി അനുഭവിച്ചു. എന്നാൽ യഥാർത്ഥ ഭക്തന്റെ ജീവിതം ശോധനയുടെ കാലമാണ്. ആ ശോധനയ്ക്കകത്തുനിന്ന് പുറത്തു വരുന്നത് തകർന്നിട്ടല്ല, കീടം മാറി തിളക്കത്തോടെ പുറത്തു വരും. അത് തിരിച്ചറിയുന്ന ദൈവങ്ങൾ പറയണം, അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ? നിങ്ങൾ ബാലശിക്ഷ സഹിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളാണ്. എന്നാൽ ബാലശിക്ഷ അനുഭവിക്കുന്നില്ലെങ്കിൽ അപ്പൻ അറിയാതെ ജന്മം കൊണ്ട മക്കളാണ്. എന്റെ അപ്പനാണ് എന്നെ ശിക്ഷിച്ച് നടത്തുന്നതെങ്കിൽ, എന്റെ അപ്പൻ അനുവദിച്ച ശോധനയാണ് ഞാൻ അനുഭവിക്കുന്നതെങ്കിൽ ഇതിന്റെ പുറകിൽ ഫലം കഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ച അഗ്നിശോധനയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ തിരിച്ചു പറയണം, എന്റെ ശോധനയുടെ പുറകിൽ എന്റെ അപ്പൻ അനുഭവിച്ചിട്ടുണ്ട്. ശോധന നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ഭക്തന്മാർ എന്നും ദൈവസന്നിധിയിൽ പരിശോധനയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയ പരിശോധന കാണാൻ കഴിയും. ഓർക്കുക, ചില പ്രത്യേക സാഹചര്യങ്ങളിലല്ല, ഏത് സാഹചര്യത്തിലും ഭക്തന്മാരെ ചിലതിൽ നിന്ന് വേർപെടുത്തി നിർത്താൻ ആഗ്രഹിക്കുകയാണ്. 22-ാമത്തെ വാക്യം വായിച്ച് 22-ാമത്തെ വായിക്കാം. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചതെങ്ങനെയെന്നാണ്. പരീക്ഷ വേറെ, പരിശോധന വേറെ. അവിടെ പരീക്ഷയെ നാം ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും അവിടെ പരിശോധനയിലേക്കാണ് വസ്തുത വിരട്ടുള്ളത്. പരീക്ഷ പാപത്തിന്റെ പ്രലോഭനമാണ്, എന്നാൽ പരിശോധന ഭക്തനെ തെളിയിക്കാനുള്ള വഴിയാണ്. പരീക്ഷ ഉള്ളിൽ തുടങ്ങി പുറത്തേക്ക് സ്വാധീനിക്കുന്നതാണ്. എന്നാൽ പരിശോധന പുറത്തു നിന്ന് ആരംഭിച്ച് എന്നെ അകത്തെ വിശുദ്ധീകരിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, മോഹം എന്ന വ്യക്തിയും പാപം എന്ന മോളും മരണം എന്ന കൊച്ചുമോളുമാണ് പാപത്തിന്റെ പരീക്ഷയുടെ ഫലം. അത് ഉള്ളിൽ തുടങ്ങുന്നതാണ്. ഏതെങ്കിലും പാപത്തെ പിടിച്ചു കടിച്ച് പാടിച്ചവറ്റിൽ പതനത്തിൽ വീഴുന്ന സമയം അത് പുറത്തുനിന്ന് തുടങ്ങിയതല്ല, ഹവ്വയുടെ ഉള്ളിൽ തുടങ്ങിയ മോഹത്തിൽ നിന്ന് ആരംഭിച്ചതാണ്. അപ്പോൾ ഉള്ളിൽ ആരംഭിച്ച് പുറത്തേക്ക് സ്വാധീനിച്ച് മുഴുവത്തെ മലിനമാക്കുന്നതാണ് പാപത്തിന്റെ മോഹം. എന്നാൽ ഒരു ഭക്തന്റെ പരിശോധന പുറത്തു നിന്ന് ആരംഭിച്ച് നിന്റെ ഉള്ളിനെ വിശുദ്ധീകരിച്ച് നിന്നെ കരുത്തോടെ പുറത്തു കൊണ്ടുവരും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിൽ സത്യം മനസ്സിലാക്കണം. ദൈവം പരിശോധിക്കുമ്പോ ദൈവം ആദ്യം ആഗ്രഹിക്കുന്നത് ഏത് ഭക്തന്മാരുടെയും ബന്ധം അവസാനിപ്പിക്കണം എന്നതാണ്. ബന്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഓരോരോ വിഷയങ്ങൾക്ക് നൽകി ദൈവം ബന്ധം വിടുവിക്കാൻ ചെറുത് ചെയ്യും. നമുക്കറിയാം, ആദ്യം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരെ പിതൃഭവനത്തിൽ വിടണം 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 വിടണം. അപ്പോൾ ബന്ധം അവസാനിപ്പിക്കുകയാണ്. രണ്ടാമതായി പറയുകയാണ്, നിന്റെ മകനായി നീ സ്വീകരിച്ചിരിക്കുന്ന ഹാഗേർ ജന്മങ്ങളുടെ ഇസ്മായിലിനെ അതിനെ വിടണം വിടണം വിടണം. ബന്ധം അവസാനിപ്പിക്കുകയാണ്. രണ്ട് പിടിയിൽ കഴിഞ്ഞിട്ട് അടുത്ത ദൈവം പറയുകയാണ്, നിന്റെ സ്നേഹിക്കുന്ന ഏകജാതനായ ആ ഇസ്രായേലിനെ അതിനെ യാഗം കഴിക്കണം. അതിന്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ കൊന്നു കളയണം എന്നല്ല, എന്തിനോടൊക്കെയാണോ എന്നേക്കാൾ അധികം പറ്റുമാനം നിനക്ക് ഈ മണ്ണിലുള്ളത് അതിനെ മുഴുവൻ ബന്ധം അവസാനിപ്പിച്ച് എല്ലാറ്റിനേക്കാട്ടിലുപരി മക്കളെക്കാളും ബന്ധങ്ങളെക്കാളും സമ്പത്തിനേക്കാളും എന്റെ ദൈവം മാത്രമാണ് എനിക്ക് വലുത് എന്ന് നീ പറയത്തക്ക വിധത്തിൽ നിന്നെ ശോധനകൾ കടക്കൂടെ കടത്തിവിട്ട് പണമെടുക്കുന്ന തീച്ചൂടെയാണ് ഒരു ഭക്തന്റെ ഇഹലോക ജീവിതമെങ്കിൽ അത് തിരിച്ചറിയുന്ന ദൈവത്തെ പറയാൻ, കർത്താവേ, ഇതിനകത്ത് പരാജയപ്പെടാതെ പുറത്തു വരാൻ നിന്റെ കൃപയുടെ പകരണമേ. നിങ്ങൾ പകരം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. എന്തിനാണോ ആഴത്തിൽ ഇരയടുപ്പത്തോടെ സ്നേഹിക്കുന്നത് അതിന്റെ മുഴുവൻ ബന്ധങ്ങളും നിന്റെ ശോധനകളുടെ ദൈവം പാലിച്ചെടുക്കും. കൊടിമുടങ്ങ് വണ്ടി മരത്തേല കിടപ്പുകയും മുഴുവൻ ഇടപാടും തറവാടും മരത്തേല കടിച്ചു പറ്റി ആയിരുന്നു.
ചുവടുന്ന് പൊട്ടിച്ചെത്തി താഴോട്ട് വലിച്ചാൽ പൊട്ടി പോരിയല്ലാതെ അത് താഴോട്ട് ചൂട് പണി പോരത്തില്ല. എന്നാൽ അമൃതവള്ളിയിൽ പോലൊരു സാധനമുണ്ട്. അത് മരത്തേര കളപ്പെങ്കിലും മരവുമായിട്ട് ഓരോ ഇടപാടില്ല. ചുവട് വെട്ടിയേക്ക് താഴോട്ട് വെച്ചാൽ ചൂടിന് പോരും. ഇതുപോലെ ഇവിടെ അട്ടക്കാൽ പിടിക്കാൻ സാധ്യതയുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം വെട്ടിമാറ്റി നീ നിന്റെ ദൈവം തമ്മിൽ മാത്രമുള്ള നിന്നെ പണിയുന്ന ഒരു കാര്യമാണ് ഇതിന്റെ പുറകിൽ ചലിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ ബന്ധത്തെ എന്റെ ദൈവം ഉടയ്ക്കാൻ തുടങ്ങുകയാണ്. വേദനാജനകമായ ദൈവം. നിങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് മനസ്സോട് നല്ല പറയണമെന്ന് ആഗ്രഹിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായവൻ ഇസഹാക്കിനെ തന്നെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ ഒരു ഹോമയാഗം കഴിക്കണം. വിശുദ്ധ ബൈബിളിലെ 31,173 വാക്യങ്ങൾ ഒരുമിച്ച് പരിശോധിച്ചു നോക്ക്. ദൈവം വെറുക്കുന്ന ഒരു മഹാപാപമുണ്ട്. ആ പാപം മനുഷ്യബലിയാണ്. നിങ്ങൾ ഓർക്കണം, ലേവ്യ പുസ്തകത്തിൽ മോലെക്കിനുള്ള പ്രതിഷ്ഠയിൽ ഉള്ള ബലിയെ കർശനമായി വിലക്കുകയും അതിന് ബന്ധപ്പെട്ടയാൾക്ക് മരണശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം വിലക്കിയ ഈ കൊടിയ പാപം ദൈവം ഒരുവനോട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇതിന്റെ ഉദ്ദേശം? ദൈവം വിലക്കിയ ഒരു വിഷയം ദൈവം ഒരുവനോട് ആവശ്യപ്പെടുന്നു. ഇത് മാനുഷിക കാഴ്ചപ്പാടിൽ അത്ഭുതമാണ്. എന്നാൽ ഞാൻ ഇതിനകത്ത് പറയാം, ലോകത്തിൽ ആർക്കും വിശകലനം ചെയ്യാൻ കഴിയാത്ത പരിശോധനയ്ക്കകത്തൂടെ നിന്നെ കടത്തിവിടുമ്പോഴും നീ ദൈവത്തോടുള്ള സ്നേഹത്തിൽ പിടിച്ചു നിൽക്കുമോ എന്ന് തിരിച്ചറിയാൻ എന്റെ ദൈവം പരിശോധന അനുവദിക്കുന്ന ദൈവമാണെങ്കിൽ ആ കരം ഉയർത്തി പറഞ്ഞ അപ്പച്ച എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള കൃപ തരണേ. ആ കരം ഉയർത്തി പിടിച്ച് ഇരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറഞ്ഞു തുടങ്ങിയിട്ട് സുഖലോലുപതയിൽ ഇരിക്കുന്നവർക്ക് ഇതിന് സ്തോത്രം ചെയ്യാൻ പറ്റില്ല. ശോധനയ്ക്കകത്തൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. എന്ന് പറയണം അപ്പച്ച എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള കൃപ തരണേ. ഞാൻ 4 കൂട്ടം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു നിർത്താം. പ്രത്യേകിച്ച് ഒരു ഭക്തന് ദൈവം ഈ മോറിയ മല അനുവദിച്ചതിന്റെ പുറകിലെ കാരണം എന്താണ്? അതിൽ ഒന്നാമത്തെ കാരണം പറയുക, നീ ദൈവത്തിൽ വിശ്വസിക്കുമോ അതോ ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിക്കുമോ എന്ന് ദൈവത്തിന് തിരിച്ചറിയേണ്ടതിന് നിന്റെ ജീവിതത്തിൽ പരിശോധന ദൈവം അനുവദിക്കും. ആമേൻ പറയുന്ന ദൈവത്തെ മാത്രമാണ് കരമുയർത്തി പറയണം. നീ ദൈവത്തിൽ വിശ്വസിക്കുമോ, ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിക്കുമോ? ദൈവത്തിന്റെ പദ്ധതി മാറും, എന്നാൽ ദൈവം മാറില്ല എന്ന ബോധ്യമുള്ള ദൈവങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ പദ്ധതി മാറിക്കോട്ടെ, ദൂതൻ മാറിക്കോട്ടെ, കാക്ക മാറിക്കോട്ടെ, കെരീത്ത് മാറിക്കോട്ടെ, എന്നാൽ വിളിച്ച ദൈവം മാറുകയില്ല എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം, ഞാൻ എന്റെ ശോധനയ്ക്കകത്തൂടെ കടന്നു പോകുന്ന കലണ്ടർ ഡേറ്റ 2024 ഡിസംബറെങ്കിലും ഞാൻ സേവിക്കുന്ന ദൈവം എനിക്ക് തന്ന പദ്ധതികൾ എത്രയെല്ലാം മാറിയാലും ഞാൻ സേവിക്കുന്ന ദൈവം മാറത്തില്ല. കെരീത്തിന്റെ ചൂട് അനുഭവിച്ച് അതിനകത്തെ ഉറവക്കണ്ണികൾ അനുഭവിച്ച് കാക്കച്ചൂടിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കാക്ക വരവ് നിർത്തിയാലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉറവക്കണ്ണികൾ അണഞ്ഞാലും ഉറവക്കണ്ണിയെ നയിച്ചവനും കാക്കയെ നിയോഗിച്ചവനും വഴിക്കിട്ടിട്ട് പോകുന്നവനല്ല. ഒന്ന് അറിയുമ്പോൾ മറ്റൊന്ന് തോന്നണം എന്നെ നടത്താൻ ദൈവം ശക്തനാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പല ശോഭനയ്ക്കകത്തൂടെ കടന്നു പോകുമ്പോൾ നിന്റെ പരീക്ഷയിലെ ഒന്നാമത്തെ ഉദ്ദേശം ഈ ദൈവത്തിൽ വിശ്വസിക്കുമോ, ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിക്കുമോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, നിലവിലുള്ള നിന്റെ പ്രതിസന്ധിയെ നീ വിശ്വാസത്താൽ അഭിമുഖീകരിക്കുമോ അതോ സംശയത്താൽ പിന്തിരിയുമോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, അബ്രഹാമിന്റെ ഉള്ളറകളിൽ വ്യാപരിച്ച ശക്തിയേറിയ അനുഭവത്തെ കുറിച്ച് ബൈബിൾ വിശേഷിപ്പിക്കുന്ന വിശ്വാസത്താൽ അബ്രഹാം ആദ്യത്തെ വിശ്വാസത്തിന്റെ പ്രവൃത്തി ഏതായിരുന്നു? ശ്രദ്ധിച്ചേ, ആദ്യത്തെ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തി ഏതായിരുന്നു? കുടുംബബന്ധങ്ങളെ വിട്ടിറങ്ങിയായിരുന്നു ആദ്യത്തെ വിശ്വാസത്തിന്റെ പ്രവൃത്തി. അത് എങ്ങോട്ടാ? കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. വാഗ്ദാനങ്ങൾ ജംഗ്ഷനിൽ ചെന്നിട്ട് ഓട്ടോ കണ്ടിട്ട് ഒക്കലോട്ട് കയറി ഇരുന്നിട്ട് എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എന്ന് പറഞ്ഞാൽ കുടുംബാവയം വാങ്ങാനത്തോളം ചികിത്സിക്കുന്നത് എന്നെ ബൈബിൾ വിചാരിക്കുന്നു. അല്ലേ?
അങ്ങനെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകണമെങ്കിൽ വിശ്വാസം അകത്ത് വ്യാപരിക്കണം. എന്റെ ദൈവം കരുതിയിട്ടുണ്ടെന്നുള്ള ബോധ്യം അകത്ത് വ്യാപരിക്കുന്ന ഒരുവിനെ മാത്രമേ ചുവടുവെക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, ഇറങ്ങി തിരിച്ചപ്പോൾ യാത്രയ്ക്കുണ്ടായിരുന്ന വിശ്വാസമായിരുന്നോ വലുതാവശ്യം? യാഗപീഠത്തിൽ മകനെ അർപ്പിക്കാനുണ്ടായിരുന്ന വിശ്വാസമാണോ വലുതാവശ്യം? ഏറ്റവും വലിയ വിശ്വാസം ഏതായിരുന്നു വേണ്ടത്? ഇറങ്ങിത്തിരിക്കാനുള്ള വിശ്വാസത്തെക്കാൾ തീവ്രമാണ് മോനെ അർപ്പിക്കാനുള്ള വിശ്വാസം. കാരണം ഇറങ്ങിത്തിരിക്കുമ്പോൾ വഴിതെറ്റിയാൽ ജീവൻ അവസാനിക്കില്ല. എന്നതിനെ കൊച്ച ഉരുകി തീർന്നാലും ഈ ചാമ്പലിനകത്തുള്ള എന്റെ വാട്ടത്തെ എഴുന്നേറ്റുവരും എന്നെ വിശ്വസിക്കണമെങ്കിൽ നിന്റെ പ്രതിസന്ധികളെ വിശ്വാസത്താൽ അഭിമുഖീകരിക്കുമോ എന്ന് തിരിച്ചറിയാൻ എന്റെ അപ്പച്ചൻ അനുഭവിച്ചിരിക്കുകയാണ്. പരിശോധന കരമുയർത്തിപ്പിടിച്ച് ദൈവത്തിന് മഹത്വം ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് ദൈവമേ എന്തെല്ലാം വന്നാലും കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് എന്തെല്ലാം വന്നാലും എന്റെ ദൈവമേ വിശ്വാസത്തിന്റെ മാർഗത്തെ അവഗണിക്കാതെ അന്ത്യം വരെ പിടിച്ചു നിൽക്കാതെ കൃപയിട്ട് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ആത്മാവ് നിന്നോട് ദൈവാത്മാവ് അനുവദിച്ചിരിക്കുന്ന ശോധനയ്ക്ക് കൂടുതൽ കരം ധരിക്കുന്നുണ്ട്. അത് തകർക്കാനല്ല. നീ ദൈവത്തിൽ വിശ്വസിക്കുമോ, ദൈവത്തിന്റെ പദ്ധതി വിശ്വസിക്കുമോ എന്ന് ദൈവത്തിൽ നിന്ന് തിരിച്ചറിയണം. നീ വിശ്വാസത്താൽ ഈ വിഷയത്തെ മറികടക്കുമോ എന്ന് ദൈവത്തിന് തിരിച്ചറിയണം. തീർന്നിട്ടില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നിന്റെ സ്വന്തം താല്പര്യത്തിന് നീ മുൻതൂക്കം കൊടുക്കുമോ, അതോ ദൈവത്തിന്റെ പദ്ധതിക്ക് നീ മുൻതൂക്കം കൊടുക്കുമോ എന്നൊന്ന് തിരിച്ചറിയാൻ എന്റെ ദൈവം അനുവദിച്ചിരിക്കുകയാണ്. പരിശോധന ഓർത്തുകൊള്ളുക. പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ ഈ മാസയോഗത്തിൽ ഇത്രയും പേരല്ല വരുന്നത്. മാസയോഗത്തിൽ വന്നിരിക്കുന്നത് നല്ല ആത്മീയമാണ്. എന്നാൽ എത്രയോ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് ഇതിനേക്കാട്ടിൽ പ്രാധാന്യം മറ്റു പലതുമാണ്. എന്നാൽ നീ ഇവിടെ ആരാധിക്കുമ്പോൾ എന്തെല്ലാം ഉണ്ടെങ്കിലും മുൻഗണന കൊടുത്ത് ഇറങ്ങിയതിന്റെ കാര്യമെന്ന് അറിയാമോ? ഒന്നാം സ്ഥാനം എന്റെ ദൈവത്തിനാണെങ്കിൽ ബാക്കി നടത്താൻ എന്റെ ദൈവം വിശ്വസ്തനാണ് എന്ന ബോധ്യമാകത്ത് ഭരിച്ചതാണെങ്കിൽ ഈ ആരാധിക്കുന്നതിന് മധ്യത്തിൽ ആത്മാവിൽ പറയണം, ഞാൻ അനുഭവിക്കുന്ന ഈ ശോഭനയ്ക്ക് പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ധരിക്കുന്നതിനേക്കാളും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുമോ, എന്റെ ദൈവത്തിന്റെ പദ്ധതി വിശ്വസിക്കുമോ, എന്റെ സ്വന്തം താല്പര്യത്തെക്കാൾ എന്റെ ദൈവത്തിന്റെ പദ്ധതിയാണോ എനിക്ക് വന്നത് എന്ന് എന്നെ ഒന്ന് കാണിച്ചു തരാൻ എന്റെ ദൈവം പരിശോധന അനുവദിച്ചിരിക്കുക. ആരാമത്തെ പ്രധാനപ്പെട്ട കാര്യമായി ശ്രദ്ധിച്ചു. എന്റെ ദൈവത്തെ വിശ്വസ്തയോടെ അന്ധമായി പിൻപറ്റാൻ തയ്യാറായ നിനക്ക് വേണ്ടി കരുതാൻ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് മോറിയായി തെളിയിക്കാനാണ് ഈ പരിശോധന ദൈവം അനുവദിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ പല്ലവികൾ ആവർത്തിച്ച് അവസാനിക്കട്ടെ. ദൈവം അവസാനിപ്പിക്കട്ടെ. പ്രത്യേകം ദൈവങ്ങളുടെ ആത്മാവ് ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ വിശ്വസ്തയോടെ പിൻപറ്റുന്ന, അന്ധമായി പിൻപറ്റുന്ന ഒരു ദൈവമായ ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ കൈവിടുന്നവനല്ല. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ കത്തിക്കും കഴുത്തിനുമിടയിൽ നിനക്ക് വേണ്ടി ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിച്ച് കഴിവുള്ളവനാണ് നീ സേവിക്കുന്ന ദൈവമെന്ന് നിനക്കൊന്ന് മനസ്സിലാക്കി തരാനാണ് എന്റെ ഈ പരിശോധന അനുവദിച്ചിരിക്കുന്നതെങ്കിൽ പഠനത്തിന്റെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ പകലിൽ പരിശുദ്ധാത്മാവിന്റെ വ്യക്തികളുടെ ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ പകലിൽ വചനത്തിന്റെ വ്യാപാര ശക്തിക്ക് മുമ്പിൽ പ്രിയപ്പെട്ടവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ അപ്പൂപ്പൻ ഭാവികളെ പറഞ്ഞാകുന്ന ഈ പകലിൽ അനുഭവിക്കുന്ന ശോഭനയ്ക്ക് നടുവിൽ വ്യാപരിക്കുന്ന ദൈവസാഹിത്യം തിരിച്ചറിയുന്ന ദൈവമക്കളാണ്. ഈ ശോഭനയത്ര വലുതായാലും ചെറുതായാലും ഞാൻ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്ന്, എന്റെ ദൈവത്തിന്റെ പദ്ധതിയേക്കാൾ വലുത് എന്റെ ദൈവമാണെന്ന് മുറുകെ പിടിക്കാനാണ് എനിക്ക് ഈ ശോഭന അനുവദിച്ചിരിക്കുന്നത്.
ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ നാമങ്ങൾ പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ.